ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി അടുത്തതോടെ ആം ആദ്മി സർക്കാരിനെതിരെ തുറന്ന പോരിനിറങ്ങിയിരിക്കുകയാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേന. അനധികൃത നിയമനം ആരോപിച്ച് ഡൽഹി വനിതാ കമ്മീഷനിലെ 223 ജീവനക്കാരെ പുറത്താക്കിയതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. ഇത് സംബന്ധിച്ച ഉത്തരവും പുറത്തിറക്കി. AAP രാജ്യസഭാ MP സ്വാതി മലിവാൾ ചെയർപേഴ്സണായിരിക്കെ നിയമിച്ച ജീവനക്കാരെയാണ് സക്സേന കൂട്ടത്തോടെ പിരിച്ചുവിട്ടിരിക്കുന്നത്. ജീവനക്കാരെ കരാർ വ്യവസ്ഥയിൽ നിയമിക്കുവാൻ കമ്മീഷന് അധികാരമില്ലെന്നും പിരിച്ചുവിടൽ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 223 പുതിയ നിയമനമാണ് നടത്തിയത്. 40 ജീവനക്കാരെ നിയമിക്കാനാണ് അനുമതി. 223 ജീവനക്കാരെ നിയമിച്ചത് അംഗീകാരമില്ലാതെയാണെന്നും സക്സേന ഉത്തരവിൽ വ്യക്തമാക്കുന്നു. മാനദണ്ഡം പാലിക്കാതെയായിരുന്നു നിയമനങ്ങൾ. ധനകാര്യ വിഭാഗത്തിന്റെ അംഗീകാരമില്ലാതെ സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്ന നടപടിയാണ് AAP സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. ഇക്കാര്യവും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. രാജ്യസഭാ MP ആയി പോകുന്നതിന് മുമ്പ് 9 വർഷത്തോളമാണ് സ്വാതി മണിവാൾ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സ്ഥാനത്തിരുന്നത്. നിലവിൽ ചെയർപേഴ്സൺ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ്. ജീവനക്കാരുടെ പുറത്താക്കലിലൂടെ AAP-യുമായി പരസ്യ പോരിന് തന്നെയാണ് സക്സേന തുടക്കമിടുന്നത്. ഈ മാസം 25-നാണ് ഡൽഹിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസും ആം ആദ്മിയുമായി ചേർന്ന് ഇന്ത്യ സഖ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 7-ൽ 4 സീറ്റ് ആം ആദ്മി പാർട്ടിയും 3 കോൺഗ്രസും മത്സരിക്കുന്നു. BJP ഒറ്റയ്ക്കാണ് ഇവിടെ ജനവിധി തേടുന്നത്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ പല നിലപാടുകളും BJP-ക്ക് വേണ്ടിയാണെന്നുള്ള ആരോപണവും ഉയർന്നിട്ടുണ്ട്. ഡൽഹി ഗവർണർ BJP-ക്ക് വേണ്ടി അനൗപചാരികമായി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണെന്ന് ഇന്ത്യ സഖ്യം ആരോപിക്കുന്നു. ഇലക്ഷൻ ഡെസ്ക്, ജയ്ഹിന്ദ് ന്യൂസ്.